നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശ്ശൂരുണ്ടായ മഹാദുരന്തത്തിന് പിന്നിലെ കാരണം എന്താണ്? കാരണം കണ്ടെത്തലാണ് അടുത്ത പടി. കാരണം ഇനി അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കാരണം കണ്ടെത്തി അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇനി കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള മാർഗങ്ങൾ അവലംബിക്കുകയാണ്. ഒരുപാട് നിഗമനങ്ങളുണ്ട്. തിരിവാരി കെട്ടുന്നതിനിടെ കനത്ത ചൂട് മൂലമുണ്ടായ തീപ്പൊരിയാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഒരു സംശയം. പരിക്കേറ്റവിൽ ഒരാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംശയത്തിലേക്ക് എത്തിയത്. അമിട്ട്, കുഴിമിന്നൽ, ഡൈന തുടങ്ങിയവയിൽ കരിമരുന്ന് കൊളുത്താൻ ഉപയോഗിക്കുന്ന തിരി വെടിക്കെട്ടുപുരയ്ക്ക് സമീപം കൂട്ടത്തോടെ ഉണക്കാനിട്ടിരുന്നു. രാസലായനിയിൽ മുക്കിയ ശേഷം പായയിലിട്ടാണ് ഇവ ഉണക്കിയെടുക്കുക. കടുത്ത വെയിലാണ്, ചൂടുണ്ട്. ഇത് കാരണം തിരി വേഗം ഉണങ്ങുകയും ചെയ്തു. 3 മണിക്ക് ശേഷം തിരി ഒന്നിച്ച് വാരി കെട്ടുന്നതിനിടെ പെട്ടെന്ന് തീപ്പൊരി ഉണ്ടായി ആളിക്കത്തുകയായിരുന്നു എന്നാണ് സംശയം. വാരി കെട്ടുന്നയാൾ ഉടൻ തിരി നിലത്തിട്ട് ഓടിയെങ്കിലും നിമിഷ നേരത്തിനകം വെടിക്കെട്ടുപുരയിലേക്ക് തീ ആളിക്കത്തുകയായിരുന്നു. നിലത്ത് ചമ്രം പടഞ്ഞിരുന്ന വെടിക്കോപ്പുകളിൽ കരിമരുന്ന് നിറയ്ക്കുകയായിരുന്ന തൊഴിലാളികൾക്ക് എഴുന്നേറ്റോടാനുള്ള സാവകാശം പോലും കിട്ടിയില്ല. ഒന്നാമത്തെ വെടിക്കെട്ടുപുര പൊട്ടിത്തെറിച്ചയുടൻ അടുത്തടുത്ത പുരകളിലും സ്ഫോടനങ്ങളുണ്ടായി. നിലത്തിരുന്നവരൊഴികെ മറ്റുള്ളവർ ഓടുന്നതിനിടെ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പല ഭാഗങ്ങളിലേക്ക് തെറിക്കുകയും ചെയ്തു. എന്തായാലും യഥാർത്ഥ കാരണം എന്താണെന്നത് വ്യക്തമല്ല. നിലവിലെ നിഗമനം ഇതാണ്. ഭൂരിപക്ഷം നിഗമനങ്ങളും കനത്ത ചൂടുകൊണ്ടാകാം എന്ന തരത്തിലാണ് എത്തിയിരിക്കുന്നത്. തീപ്പൊരി ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതകൾ പോലും കണക്കിലെടുത്താണ് ഇത്തരം നിർമ്മാണങ്ങൾ നടത്തുക എന്നത് വസ്തുതയാണ്. ഈ വെടിമരുന്ന് നിറയ്ക്കുന്ന ഭാഗത്ത് നിന്നാണ് ആദ്യത്തെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ദൃക്സാക്ഷി വ്യക്തമാക്കിയിട്ടുണ്ട്. കനത്ത ചൂടിൽ ഏതെങ്കിലും ഘർഷണത്തിന്റെ ഭാഗമായി തീപ്പൊരി ഉണ്ടായിരിക്കാം എന്നാണ് പ്രാഥമിക നിഗമനങ്ങളിൽ ഒന്ന്. കൂടുതൽ ശാസ്ത്രീയ പരിശോധന കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക്, എന്താണ് ഇതിൻ്റെ കാരണം എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വെടിക്കെട്ട് ഉപയോഗിക്കുന്ന സ്ട്രോൺഷ്യം നൈട്രേറ്റ് ചൂടിൽ കത്താനുള്ള സാധ്യതയുണ്ടെന്ന് പാരമ്പര്യ വെടിക്കെട്ടുകാരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. കരിമരുന്ന് ചൂടേറ്റ് കത്താൻ സാധ്യത കുറവാണ്. കരിമരുന്ന് നിറയ്ക്കുമ്പോൾ കോറ നിലത്ത് വീഴുകയോ ഉരസുകയോ ചെയ്താൽ സ്ഫോടനത്തിന് സാധ്യതയുണ്ടെന്നും ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിഗമനങ്ങളാണ്. എന്തായാലും യഥാർത്ഥ കാരണം എന്താണ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ദൗത്യം. അതേസമയം സംഭവത്തിൽ പ്രധാനമന്ത്രി അനുശോചിച്ചു. മറ്റു പ്രമുഖരടക്കമുള്ളവർ അനുശോചിക്കുകയും സഹായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അഗാധമായ അനുശോചനം അറിയിക്കുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും സഹായധനം നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം സഹായധനം നൽകും. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്ത കേട്ടത് ദുഃഖകരമാണ് എന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് സഹായധനം പ്രഖ്യാപിക്കുകയുമുണ്ടായി. അപകടം ഹൃദയഭേദകമാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. താൻ ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ്. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തണമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. സ്ഫോടനത്തിൽ അഗാധമായ ദുഃഖം പ്രിയങ്ക ഗാന്ധിയും രേഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ ഓർത്ത് ഹൃദയം നുറങ്ങുന്നു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ആകെ സജ്ജമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. അപകടം നടന്ന മണിക്കൂറുകളിൽ തന്നെ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നു. ഇത് മോണിറ്റർ ചെയ്യാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകളുടെ എല്ലാ സംവിധാനങ്ങളെയും റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മരണമടഞ്ഞവരുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. പൂരത്തിന്റെ ഒരുക്കങ്ങൾക്കിടെ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനം ഞെട്ടിക്കുന്നതും കേരളത്തെ ആകെ സങ്കടത്തിലാക്കുന്നതുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 13 പേർക്ക് ജീവൻ നഷ്ടമായെന്നും നിരവധി തൊഴിലാളികൾക്ക് ഗുരുതര പൊള്ളലേറ്റെന്നുമുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അപകടത്തിൽപ്പെട്ടവരെല്ലാം ദിവസവേതനക്കാരായ സാധാരണ തൊഴിലാളികളാണ്. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ സർക്കാർ ഉറപ്പാക്കണം. മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. അപകടം വളരെയധികം വേദനയുണ്ടാക്കുന്നതാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിക്കേറ്റവർക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും മറ്റ് ആശുപത്രികളും ചികിത്സയ്ക്ക് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ മാസ് കാഷ്വാലിറ്റി ക്രമീകരിച്ചു. ബേൺസ് യൂണിറ്റ് പൂർണ്ണ സജ്ജമാണ്. ജീവനക്കാരെ അധികമായി വിന്യസിച്ചെന്നും മന്ത്രി പറഞ്ഞു. ലഡാക്ക് യാത്ര റദ്ദാക്കി രാത്രി തന്നെ തൃശൂരിൽ തിരികെ എത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന വിവരമാണ് ലഭ്യമായത്. ഡൽഹിയിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഉച്ചയോടെ ലഡാക്ക്
ഒഴിവാക്കി യാത്ര റദ്ദാക്കി തൃശ്ശൂരിലേക്ക് എത്തുകയായിരുന്നു സുരേഷ് ഗോപി. നമുക്കറിയാം തൃശ്ശൂർ MP ആണ് അദ്ദേഹം. യാത്ര മാറ്റി തൃശ്ശൂരിലെത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് അപകടത്തെ പറ്റിയുള്ള ലഭ്യമായ വിവരം നൽകിയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തിരിച്ചു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. 9 പേർ മരണപ്പെട്ടു എന്ന്, അതായത് ആ മണിക്കൂറുകൾ അദ്ദേഹം അറിഞ്ഞ സമയങ്ങളിൽ 9 പേരാണ് മരണപ്പെട്ടത്. ഇനി മരണസംഖ്യ ഉയർന്നേക്കാം. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള സുരക്ഷയും ഉറപ്പാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അവരും, അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരും മനുഷ്യരാണ്, അവർക്കും ഒരു അപകടവും വരാൻ പാടില്ല. ദുഃഖത്തിൽ പങ്കുചേരുന്നു. രാത്രി തന്നെ സ്ഥലത്തെത്തുമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം തൃശ്ശൂർ MP-യും സംഭവ സ്ഥലത്ത് എത്തുകയുണ്ടായി. മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളടക്കം തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. അപകടത്തിൽ മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മാത്രമല്ല സുരേഷ് ഗോപി MP പറഞ്ഞ മറ്റൊരു കാര്യം, വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കമ്മീഷണർ നിഷ്കർഷിക്കുന്ന ദൂരത്തിന് പുറത്തുനിന്ന് മാത്രമാണ് രക്ഷാപ്രവർത്തനം. കൂടുതൽ അപകടമൊന്നും വരുത്തിവെക്കാതെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ജീവന് അപകടമൊന്നും സംഭവിക്കാതെ കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടന വാർത്ത അതീവ ദുഃഖത്തോടെയും നടുക്കത്തോടെയുമാണ് അറിഞ്ഞത്. ഉപജീവനത്തിനായി പണിയെടുത്തുകൊണ്ടിരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് മേൽ ഇത്തരമൊരു ദുരന്തം വന്നു പതിച്ചു എന്നത് ഉൾക്കൊള്ളാനാകുന്നില്ല. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ നേരുകയാണ്. അവരുടെ കുടുംബങ്ങളുടെ തീരാനഷ്ടത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ എത്രയും വേഗം ആരോഗ്യവാന്മാരായി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അടിയന്തരമായി സംസാരിക്കുകയും സ്ഫോടനത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. ദുരന്തബാധിതരായ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാമെന്നായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. അതേസമയം തൃശൂർ വെടിക്കെട്ട് ദുരന്തം അടിയന്തര സാഹചര്യം നേരിടാൻ 50 ലക്ഷം രൂപ ദുരന്ത നിവാരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അനുവദിച്ചു. മികച്ച ചികിത്സ നൽകാൻ ആരോഗ്യ വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയുണ്ടായി. മറ്റ് ചിലരുടെ മന്ത്രിമാരുടെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. KC വേണുഗോപാൽ MP പ്രതികരിച്ചു. പുറ്റിങ്ങലിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ്. പരിക്കേറ്റവർക്ക് ധനസഹായം നൽകുന്നതിൽ പെരുമാറ്റച്ചട്ടത്തിൽ കുടുക്കേണ്ട കാര്യമില്ല. സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത് കൂടാതെ കൂടുതൽ തുക കേന്ദ്രം അനുവദിക്കണമെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. അപകടത്തിന്റെ കാരണം വ്യക്തമാകേണ്ടത് അനിവാര്യമാണെന്നും പെസോ അധികൃതർ നാളെ സംഭവ സ്ഥലത്തെത്തും. അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശമനുസരിച്ച് നടത്തും. പ്രധാനമന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കരുതലാണത്. എല്ലാവരുടെയും കൂട്ടായ്മയിൽ അതിൽ കൂടുതൽ ധനസഹായം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തും. കാണാതായവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതുകൂടി ലഭ്യമായാലേ മരണപ്പെട്ടവർ എത്രയെന്ന് വ്യക്തത വരുമെന്നാണ് സുരേഷ് ഗോപി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. മുണ്ടത്തിക്കോട് സംഭവിച്ച വലിയ ദുരന്തത്തിന്റെ നെട്ടലാണ് തൃശ്ശൂർ എന്നും ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചതെന്ന വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ സാധിക്കില്ലെന്നും പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ ആളുകളെ ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ചു.